തേൻ മിഠായി അല്ലെങ്കിൽ തേൻ നിലാവ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടാവുമോ? സംശയമാണ് ആ കാര്യത്തിൽ. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അവർക്ക് ചിലപ്പോൾ അത് എന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷേ എന്തായാലും ഈ തേൻ മിഠായി കഴിച്ചിട്ടുള്ള നമുക്കൊക്കെ അതിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നാവിലിങ്ങനെ വെള്ളം വരും. പക്ഷേ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ ദോശമാവ് ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു മിഠായിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. തേൻ മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഇഡ്ഡലി റൈസാണ്. ഇഡ്ഡലിയും ദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിയില്ലേ, അത് തന്നെ. അതിന് ഞാനിവിടെ വെള്ളത്തിലിട്ടൊരു 3 മണിക്കൂർ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ വെള്ളത്തിലിട്ടൊന്ന് 3 മണിക്കൂർ കുതിർത്തിയെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. അപ്പോൾ ഉഴുന്നിനെ നമ്മൾ ഇതേപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം. ഞാൻ ഉഴുന്നിനെയും അരിനെയും ഒരേ സമയം ഇട്ട് വെച്ചതായിരുന്നു. രണ്ടും ഏകദേശം ഒരു 3-3.5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം ഞാനൊന്ന് സോക്ക് ചെയ്തതാണ്. ഇനി ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ ദോശമാവിനെ അരക്കുന്ന അതുപോലെ നമ്മൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം ചേർത്താൽ മതി, എന്നാലേ നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടുള്ളൂ. ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് അരയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ കുറച്ച് തരികൾ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ, എന്നാലായിരിക്കും ആ തേൻമിഠായിക്ക് നല്ലൊരു ടേസ്റ്റ്. തേൻമിഠായി നമുക്കറിയാമല്ലോ, നമ്മളിങ്ങനെ കടിക്കുമ്പോൾ കുറച്ചൊരു തരി ഉണ്ട പോലെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിൽ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞൊരു തരിയോട് കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച്, ഒരു നുള്ള് മതി കേട്ടോ. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡറും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് മതി. ഈ ബേക്കിംഗ് പൗഡർ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വെറും 2 പിഞ്ച് നമ്മുടെ കൈ കൊണ്ട് നുള്ളി ഇട്ടാൽ മതി. അപ്പോൾ 2 നുള്ള് ബേക്കിംഗ് പൗഡർ, അതിൽ കൂടേണ്ട കേട്ടോ. ബേക്കിംഗ് പൗഡർ കൂടിക്കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, നന്നാവില്ല. അതുകൊണ്ട് തന്നെ 2 നുള്ള് ബേക്കിംഗ് പൗഡർ മാത്രം മതി ഈ ഒരു അളവിലേക്ക് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഫുഡ് കളറാണ്. ആ നല്ലൊരു റെഡ് കളറിലല്ലേ തേൻമിഠായി ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുണ്ട് ഏതെങ്കിലും ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ലിക്വിഡായിട്ടിൻ്റെ കളറാണുള്ളത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളർ ചേർക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് കളർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതൊരു ലൈറ്റ് പിങ്ക് കളറിലായിരിക്കും ഉണ്ടാവുക ഈ ബാറ്റർ. അപ്പോൾ ഇത് കളറില്ല, കളർ കുറവാണെന്ന് കരുതി നമ്മൾ പിന്നെയും കളർ അങ്ങനെ ചേർത്തുകൊണ്ടിരിക്കണ്ട. കാരണം അത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല റെഡ് കളറാവും. പിന്നെ നമ്മൾ അതിനെ പഞ്ചസാര ലൈനിലേക്ക് ഇടും, അപ്പോൾ അതിനേക്കാളും റെഡ് ആവും. അതുകൊണ്ട് തന്നെ ഈ ബാറ്റർ ഒരു ലൈറ്റ് പിങ്ക് കളറിലായിരിക്കും ഉണ്ടാവുക. അത് വെച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട, അത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് കളറായിട്ട് തന്നെ വന്നോളും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരു ലൈറ്റ് പിങ്ക് കളറിലല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കണം. പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ 1 കപ്പ് പഞ്ചസാരയിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് വെള്ളം മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഈ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിനി പഞ്ചസാരേനെ ഇതിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ചൂടാക്കിയിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പഞ്ചസാര ലൈന് തയ്യാറാക്കിയാൽ ഉടനെ തന്നെ നമ്മൾ ഈ തേൻമിഠായികൾ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങണം. കാരണം ചെറിയൊരു ചൂടോടെ വേണം, ഈ പഞ്ചസാര ലൈനിക്ക് ചെറിയൊരു ചൂടുണ്ടാകുമ്പോൾ വേണം നമ്മൾ ഈ തേൻമിഠായി ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൽ ലയിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ തേൻമിഠായി ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ പറയുന്ന പോലെ തന്നെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയ ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനും. അപ്പോൾ ഒരു സ്പൂണിൽ കുറേശ്ശെ ബാറ്റർ എടുത്തിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ എണ്ണയിൽ മുക്കിയാലും കുഴപ്പമില്ല കേട്ടോ. മുക്കുമ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് അതിൽ നിന്ന് പോന്നോളും. പിന്നെ ഇത് കുറച്ച് ലൂസായ ബാറ്ററാണ്. ലൂസ് മീൻസ് നമ്മുടെ ദോശമാവിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലേ, അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് പോന്നോളും. അപ്പോൾ അത് റെഡി ആകുമ്പോൾ ഇതുപോലെ ഇങ്ങ് പൊങ്ങി വരും താഴേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് പതുക്കെ നല്ല ക്ഷമയോടെ ഇതേപോലെ ഓരോന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കാം. പിന്നെ നമ്മളിത് വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ വല്ലാണ്ട് ചെറുതാക്കിയിട്ടില്ല, കുറച്ചൊരു വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. കുറേ സമയം ഒഴിച്ചു കൊടുക്കാണ്ട് മടിയോണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ഷമയുള്ളവർ വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു തേൻമിഠായികളാക്കി
ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ അതേപോലെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കിടന്നിട്ട് ഒരുപാട് അങ്ങ് ക്രിസ്പി ആയി പോകാൻ പാടില്ല. അങ്ങനെ ആയാൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ പഞ്ചസാര ലായനിയൊന്നും ശരിക്ക് കയറില്ല. പിന്നെ അതേപോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല, അത് വല്ലാണ്ട് അങ്ങ് ക്രഞ്ചി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആ താഴേന്ന് ഇങ്ങനെ പൊങ്ങി വന്നാൽ, എല്ലാം പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എടുക്കാം. പിന്നെ ഒരുപാട് സമയം അതിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് കോരിയിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഞാൻ പഞ്ചസാര ലായനി വെച്ചിട്ടുണ്ട്, അത് ചൂടുണ്ട്. അപ്പോൾ ചൂടുള്ള പഞ്ചസാര ലായനിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ലായനി വല്ലാണ്ട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക കേട്ടോ, ചെറിയ ചൂടോടെ വേണം ഇത് ഇട്ട് കൊടുക്കാനും. അപ്പോൾ ഇതിൽ നിന്ന് കോരിയിട്ട് നേരെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലൊരു 10 മിനിറ്റ് ഒക്കെ കിടന്നോട്ടെ, 10 മിനിറ്റ് ഒക്കെ കിടന്നോട്ടെ. കാരണം നന്നായിട്ട് ആ പഞ്ചസാര ലായനി ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആ ലായനിയൊക്കെ കയറി കഴിഞ്ഞാൽ ഇതങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ, നല്ലൊരു റെഡ് കളറായി വന്നിട്ടില്ലേ, കറക്റ്റ് തേൻമിഠായിയുടെ കളർ തന്നെ ആയി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കളറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ പഞ്ചസാര ലായനിയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റി കേട്ടോ, ഈ 1/2 കപ്പ് അരി കൊണ്ട് ഉണ്ടാക്കിയാൽ ഉണ്ടാവുക ഇത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പഞ്ചസാര ലായനിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. നമ്മുടെ തേൻമിഠായി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പഞ്ചസാരയിൽ കോട്ട് ചെയ്തെടുക്കണ്ടേ, അങ്ങനെയല്ലേ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ തേൻമിഠായിനെയും ഇതുപോലെ പഞ്ചസാരയിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നാവിൽ വെള്ളം ഊറുന്ന തേൻമിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കും. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു 10 രൂപയുടെ പാക്കിൽ ഒരു 10 ഒക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. പക്ഷെ വീട്ടിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ തേൻമിഠായി ഫുള്ളായിട്ട് ഞാൻ പഞ്ചസാരയിൽ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, പിന്നെ അതുപോലെ കമൻറ്റും ചെയ്യാം കേട്ടോ. ഇനി ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. എന്തുകൊണ്ടാണ് ഇഷ്ടമാവാത്തതെന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.